നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ പച്ച ഡോട്ട് കാണാറുണ്ട്. സ്ക്രീനിൽ കാണുന്ന പോലെ പച്ച ഡോട്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിന് മുകളിൽ കാണാൻ സാധിക്കും. പലപ്പോഴും പല ആളുകളും സംശയം ചോദിക്കാറുണ്ട്, മൊബൈൽ ഫോൺ ഹാക്ക് ആയതാണോ, അതല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ആരെങ്കിലും ഉപയോഗിക്കുന്നത് കൊണ്ടാണോ എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു പച്ച ഡോട്ട് നമ്മുടെ ഫോണിനകത്ത് വരുന്നതെന്നും അത് എങ്ങനെ നമുക്ക് അല്ലെങ്കിൽ ഓഫ് ചെയ്യാമെന്നൊക്കെയാണ് കാണിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പച്ച ഡോട്ട് എല്ലാ ഫോണിനകത്തും പ്രധാനമായിട്ട് കാണുന്നില്ല. ചില ഓപ്പോ മൊബൈൽ ഫോണുകൾ, സാംസങ് പോലുള്ള മൊബൈൽ ഫോണുകളിൽ മാത്രമേ ഇത്തരത്തിൽ പച്ച ഡോട്ട് കാണുന്നുള്ളൂ. കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ പച്ച ഡോട്ട് എന്താണെന്ന്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഈ മൊബൈൽ ഫോണിനകത്തുള്ള പച്ച ഡോട്ട് വരുന്നത് പ്രധാനമായിട്ടും നമ്മൾ ക്യാമറ ആപ്പുകൾ ഉപയോഗിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മൈക്രോഫോൺ ഉപയോഗിക്കുന്ന സമയത്തോ ആണ്. അതായത് ചില ആപ്പുകൾക്ക് നമ്മൾ ക്യാമറ പെർമിഷൻ കൊടുക്കാറുണ്ട്, മൈക്രോഫോൺ പെർമിഷൻ കൊടുക്കാറുണ്ട്. ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആപ്പ് നമ്മൾ ഏതൊക്കെ സമയത്ത് ഓപ്പൺ ചെയ്യുന്നോ ആ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിനകത്ത് മുകളിലൊരു പച്ച ഡോട്ട് കാണിക്കും. ഇത് പ്രധാനമായിട്ടും നമുക്കൊരു വാർണിംഗ് മെസ്സേജാണ്. അതായത് നിങ്ങളുടെ ഫോണിനകത്തൊരു മൈക്രോഫോൺ യൂസ് ചെയ്യുന്നൊരു ആപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്തൊരു ക്യാമറ പെർമിഷൻ കൊടുത്തിരിക്കുന്ന ഒരു ആപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മെ അറിയിക്കുകയാണ് ഈ ഒരു ഫോൺ. അതൊരു സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. കാരണം നമ്മളറിയാതെ നമ്മുടെ ഫോൺ ആരെങ്കിലും യൂസ് ചെയ്യുമോ അല്ലെങ്കിൽ ഫോൺ ഹാക്ക് ആവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളറിയാതെ നമ്മുടെ ക്യാമറ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാമറ പെർമിഷനുള്ള ആപ്പുകൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിനകത്ത് വെറുതെ കിടക്കുന്ന സമയത്ത് ഈ പച്ച ഡോട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളറിയാതെ ഏതോ ഒരു ആപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു ആപ്പ് പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത്തരം മൊബൈൽ ഫോണുകളിൽ ക്യാമറ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ പച്ച ഡോട്ട് കാണിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും വാട്സാപ്പിൽ കോൾ ചെയ്യുന്ന സമയത്ത്, വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സാധാരണ കോൾ ചെയ്യുന്ന സമയത്തൊക്കെ ഇത്തരത്തിൽ പച്ച ഡോട്ട് കാണാറുണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫോണ് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്താണ് പച്ച ഡോട്ട് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ വലിച്ചു നോക്കിയാൽ നിങ്ങൾ ഏത് ആപ്പാണ് ഉപയോഗിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് നിങ്ങൾ ക്യാമറയുടെ പെർമിഷൻ കൊടുത്തിട്ടുണ്ടാകും, മൈക്രോഫോണിൻ്റെ പെർമിഷൻ കൊടുത്തിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ആ പച്ച ഡോട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാത്ത സമയത്ത്, നിങ്ങൾ ഒരു ആപ്പ് ഉപയോഗിക്കാത്ത സമയത്ത് ഇത്തരത്തിൽ പച്ച ഡോട്ട് കാണുന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബാർ വലിച്ചു നോക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്ത് അത് ചെക്ക് ചെയ്യുകയോ വേണം. അപ്പോൾ ഞാനിവിടെ ഉദാഹരണത്തിന് കാണിച്ചു തരാം. ഒരു ആപ്പ് ഞാനിവിടെ ഏതെങ്കിലും ഒരു ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു വാട്സപ്പിന് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഒരു ഐ ബട്ടൺ കാണും. ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചില ഫോണിനകത്ത് ഈ ആപ്പ് ഇൻഫോ എന്നായിരിക്കും കാണാൻ സാധിക്കുക. ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പെർമിഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ പെർമിഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ക്യാമറ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ സാധിക്കും ക്യാമറ പെർമിഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ താഴെ ഭാഗത്താണ് കാണുക, നോട്ട് അലൗഡ് എന്നുള്ളിടത്താണ് കാണുക. ഇവിടെ ക്യാമറ പെർമിഷൻ കൊടുത്തതാണ് ഇവിടെ അലൗഡ് എന്ന് കാണിക്കുന്നത്. ഈ ക്യാമറ പെർമിഷൻ നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഓഫ് ചെയ്ത് കൊടുത്താൽ പിന്നെ അത്തരത്തിൽ നിങ്ങളുടെ ഫോണിനകത്ത് ക്യാമറ വർക്ക് ചെയ്യുമ്പം ഈ പച്ച ഡോട്ട് കാണിക്കില്ല. അതുപോലെ തന്നെ മൈക്രോഫോൺ ഉണ്ടാകും ഇവിടെ. ഇതുപോലെ മൈക്രോഫോൺ ഇതും ഓണായി കിടക്കുകയാണ്. ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ പച്ച ഡോട്ട് കാണിക്കും. അപ്പോൾ വാട്സപ്പിനകത്ത് തീർച്ചയായിട്ടും നമുക്കത് ആവശ്യമുള്ളതാണ്. കാരണം വാട്സപ്പിൽ നമ്മൾ ഫോട്ടോ എടുക്കാറുണ്ട്, ഫോട്ടോ അയച്ചു കൊടുക്കാറുണ്ട്, വോയിസുകൾ അയക്കാറുണ്ട്. ഇതിനൊക്കെ മൈക്രോഫോണും അതുപോലെ തന്നെ ക്യാമറയൊക്കെ ആവശ്യമാണ്. എന്നാൽ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ മൊബൈൽ ഫോൺ സെറ്റിങ്സ് തന്നെ ആപ്സ് എന്ന് ഇതുപോലെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ആപ്സ് ആൻഡ് മാനേജ്മെൻറ്റ് എന്നോ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിൽ ആപ്പ് മാനേജ്മെൻറ്റ് എന്ന് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മുടെ ഫോണിനകത്തുള്ള മുഴുവൻ ആപ്പുകൾ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ഓരോ ആപ്പും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ക്യാമറയും മൈക്രോഫോണും ആവശ്യമില്ലാത്ത ഏതെങ്കിലും ആപ്പുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഓഫ് ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന് എയർടെൽ എന്നുള്ള ആപ്പൂടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് എനിക്ക് ക്യാമറയുടെ പെർമിഷൻ ആവശ്യമില്ല, മൈക്രോഫോണിൻ്റെ പെർമിഷൻ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പെർമിഷൻ എന്നുള്ള ഭാഗത്തേക്ക് വരിക. ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഏതൊക്കെ പെർമിഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുള്ള മുകളിൽ കാണാം. ഇവിടെ ഇപ്പോൾ തൽക്കാലം ഞാൻ ക്യാമറ പെർമിഷൻ കൊടുത്തിട്ടില്ല. കാരണം ഇവിടെ നോട്ട് അലൗഡ് എന്നുള്ളിടത്താണ് ക്യാമറ കാണിക്കുന്നത്. പെർമിഷൻ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ഇത്തരത്തിൽ എല്ലാ ആപ്പും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ക്യാമറ പെർമിഷൻ ആവശ്യമില്ലാത്ത ആപ്പുകൾക്ക് ക്യാമറ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യുക. മൈക്രോഫോൺ പെർമിഷൻ ആവശ്യമില്ലാത്ത ആപ്പുകളുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാം. എന്നാൽ ഇത്തരത്തിൽ ആ ഒരു ആപ്പ് നിന്ന് വരുന്ന പച്ച ഡോട്ട് നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ക്യാമറ പോലുള്ള ഉപയോഗിക്കേണ്ട ആപ്പുകൾക്ക് പച്ച ഡോട്ട് വന്നാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് സെക്യൂരിറ്റിയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പിനകത്ത് ക്യാമറ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കാത്ത സമയത്ത് ഫോണിനകത്ത് അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കെയർഫുള്ളാകുക എന്ന് മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.